ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പടുവളങ്ങ വെച്ചിട്ടൊരു തോരനാണ്. അപ്പോൾ ഞാൻ പടുവളങ്ങ മുറിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിനി കഴുകിയെടുക്കാം. നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു സബോളൻ്റെ പകുതി മതി കേട്ടോ. ഒരു സബോളൻ്റെ പകുതി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങനെ ചിരവിയിട്ട് ഒരു മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഞാൻ ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇടാം കേട്ടോ. കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് നല്ല ജീരകവും പാടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുത്ത ശേഷം അത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് ഉള്ളി വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഉള്ളി വറ്റൽമുളകും കൂടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴങ്ങി പോകേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച പടുവളങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഈ പടുവളങ്ങ വേവിച്ചിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് വേവിക്കാണ്ടേ അങ്ങനെ ഇടാം കേട്ടോ. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വേവിച്ച് പടുവളങ്ങ ആയതുകൊണ്ട്. എന്നിട്ട് നമ്മൾ അതിലോട്ട് അരച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, ഒന്ന് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ അതിലോട്ടെല്ലാം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊരു കുറച്ച് നേരം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്താ വെച്ചാൽ ഒരു പച്ചമണം മാറണ വരെ, ഒന്ന് തേങ്ങൻ്റെയൊക്കെ പച്ചമണം പോണ വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. വേവിച്ചതായതുകൊണ്ട് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് ഓയിലും കൂടി പോരാത്തതുകൊണ്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടുണ്ടായിരുന്നു, അപ്പോൾ പോരാത്ത പോലെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ടു. എന്നിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പടുവളങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്.